ഹായ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സൗഹൃദം ഉണ്ടാവുക എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യനും സൗഹൃദം ഉണ്ടാവും. പക്ഷേ ആ സൗഹൃദങ്ങൾ നമ്മുടെ മൂല്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ വ്യക്തിത്വത്തെയൊക്കെ അംഗീകരിച്ച് നമ്മളെ ചേർത്ത് നിർത്തുന്ന സൗഹൃദങ്ങളെ സമ്പാദിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഞാൻ കാണാത്ത ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മൂല്യമുള്ള 3 സൗഹൃദങ്ങളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അങ്ങോട്ട് പറഞ്ഞു വരാം. ഇവിടെ ഞാൻ പറയുന്നത് എനിക്കങ്ങനെ ഒരു സൗഹൃദത്തിൽ നിന്നുമാണ് എനിക്ക് ഒരു സമ്മാനം ലഭിച്ചത്. ആ ഒരു വ്യക്തിയെ എനിക്ക് നേരിട്ടറിയാം. ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു സമ്മാനം ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സമ്മാനവും മറ്റൊരു യുവതിയുടെ ദുരാഗ്രഹവും കൂട്ടിച്ചേർത്ത് കുറേ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ആടി തിമിർക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഓപ്പോസിറ്റും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ വരണം. അപ്പോഴാണ് നമുക്കൊരു ചർച്ചയ്ക്ക് ഒരു ബലം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമൻറ്റുകളെ അംഗീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തുള്ളിയ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും കൊടുക്കുന്നതാണ് നിനക്ക് എന്താണ് എന്ന്. എൻ്റെ ഒരു വീഡിയോയിലെങ്കിലും തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കരുത്, നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങോട്ടേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു എന്ന്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നിങ്ങൾ തനൂജയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റൊരാളോടും ചോദിക്കാതെ, പാവങ്ങളുടെ ക്യാഷ് വാങ്ങാതെ. നിങ്ങളിപ്പോൾ പറയുന്ന ന്യായങ്ങളെല്ലാം ന്യായങ്ങൾ തന്നെയാണ്. ആരോടും നിർബന്ധിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല, ആര് ഇഷ്ടമുള്ളവർ തന്നാൽ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാലും അതൊക്കെയും പബ്ലിക്കിൽ നിന്നും ആ ക്യാഷുകൾ ഏത് രീതിയിൽ വരുന്നതാണ് എന്ന് അറിയില്ല. അപ്പോൾ തനുജയുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ മനുഷ്യരും വളരെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഫിജോയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഒരുപാട് വീഡിയോകളിൽ പറയുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ വക പിന്നെ 2 മാസത്തെ പെൻഷൻ എടുത്താൽ പോലും എനിക്കൊരു വലിയ ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളാണ് ഫിജോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ലണ്ടനിലും അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ഗൾഫ് കൂട്ടായ്മകളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ക്യാഷ് വരുന്നത് എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരാളെങ്കിലും ആ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഒരു സഹായം തനൂജയ്ക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോ? അത് പബ്ലിക്കിൽ പറയാൻ തനൂജയ്ക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും പിരിക്കുന്ന ക്യാഷ് കൊണ്ട് തനൂജയ്ക്ക് എവിടെയാണ് വീട് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കോഴിക്കോടാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഒരു വസ്തുവിൻ്റെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് ആ വീട് വെക്കുന്നത് വരെ തനൂജ എവിടെ താമസിക്കും? ഒരു വാടക വീട്ടിൽ താമസിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ തനൂജയുടെ അന്തംസായിട്ടുള്ള ഫാൻസുകൾ എല്ലാവരും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരല്ല. സ്വന്തം വീടുള്ള ആൾക്കാരുണ്ട്, മുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. വീട് വെച്ചിട്ട് മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കോഴിക്കോട് തനൂജയ്ക്ക് ഫാൻസ് ഇല്ലാതെ ഒന്നും ഇല്ലല്ലോ. തനൂജയുടെ ഫ്രണ്ട്സ് ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. കോഴിക്കോടും തനൂജയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാം. അപ്പോൾ തനൂജയുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് തനൂജയ്ക്ക് എന്തായാലും നിങ്ങൾ വീട് വെച്ച് കൊടുക്കും. തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കുകയാണ്. തനൂജ വീട് കൊണ്ടേ പോവുള്ളൂ എന്ന് തനൂജയും വാശിയിലാണ്. ആ വീട് ആവുന്നതുവരെ തനൂജയെ വാടക വീട്ടിൽ നിർത്താതെ സ്വന്തം വീട്ടിൽ നിർത്താൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? തനൂജയെ ഇത്രയധികം സ്നേഹിക്കുന്ന, തനൂജയെ ഇത്രയധികം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അന്തം ഫാൻസ്
ആരെങ്കിലും സ്വന്തം വീട്ടിൽ ഒരു അമ്മയും മോളും മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ഞാനൊക്കെയാണ് ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ തലയ്ക്ക് കയ്യും കൊടുത്തിട്ട് ഓടും. കാരണം ഞാനും എൻ്റെ 6 മക്കളും എൻ്റെ ഭർത്താവും ആ വീട് ഫുൾ എനിക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയില്ലല്ലോ, തനൂജയുടെ മകളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ വാടക വീട്ടിലോട്ട് വിടാതെ സ്വന്തം വീട്ടിൽ നിർത്താൻ തയ്യാറായിട്ടുള്ള ഈ സുഹൃത്തുക്കളിൽ ആരെങ്കിലും മുന്നോട്ട് വരാൻ തയ്യാറുണ്ടോ? അപ്പോൾ ആ ക്യാഷും നിങ്ങൾക്ക് ലാഭിക്കാം. ആ ക്യാഷും കൂടി ചേർത്ത് ഈ വീട് നല്ല രീതിയിൽ നിങ്ങൾക്ക് നടത്താം. അല്ലെങ്കിൽ ഈ വീട് കെട്ടിത്തീരുന്ന 5 വർഷം വരെ നിങ്ങൾ വാടക കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു 2 വർഷം, അല്ലെങ്കിൽ 1 വർഷം. ഈ വീട് കെട്ടിത്തീർക്കാൻ എന്തായാലും 1 വർഷം വേണ്ടി വരൂലേ? അപ്പോൾ ഈ 1 വർഷം അവർ വാടകയ്ക്ക് താമസിക്കണ്ടേ? അപ്പോൾ ആ ക്യാഷ് കൂടി ഈ വീടിനിട്ടൂടെ? അപ്പോൾ ആരെങ്കിലും തയ്യാറുണ്ടോ? ഇത് ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചാൽ മതി. അപ്പോൾ സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചങ്കായി കൊണ്ട് നടക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു വെല്ലുവിളി സ്വീകരിച്ച് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഇവരെ സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ചെയ്യുന്ന കാര്യം സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കും. അല്ലാത്ത പക്ഷം ഈ മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ഒന്നും തന്നെ ഇവർക്ക് ഒന്നും കൊടുക്കാൻ തയ്യാറല്ല. മറ്റുള്ളവരിൽ നിന്നും, അതായത് പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാനാണ് ഇവർ തയ്യാറെന്നുള്ളതാണ്.